നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഖാലിസ്ഥാൻ അനുകൂല നേതാക്കളുടെ സാന്നിധ്യം കൊണ്ട് വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ് പഞ്ചാബ്. പ്രാദേശിക തലത്തിൽ മാത്രമല്ല ദേശീയ സുരക്ഷയിലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം എന്നാണ് കരുതപ്പെടുന്നത്. സിമ്രൻജിത്ത് സിംഗ് മൻ, സന്ദീപ് സിംഗ്, സർബ്ജിത് സിംഗ് ഖൽസ, അമൃത്പാൽ സിംഗ് തുടങ്ങിയവരാണ് പഞ്ചാബിലെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇപ്പോൾ ഏറെ സജീവമായി കേൾക്കുന്ന പേരുകൾ. നിലവിൽ സിംഗ്രൂരിൽ നിന്നുള്ള ശിരോമണി അകാലി ദൾ MP ആണ് സിമ്രജിത്ത് സിംഗ് മൻ. ഖാലിസ്ഥാൻ അനുകൂല നിലപാടിന് പേര് കേട്ട സിമ്രജിത്ത് സിംഗ് മൻ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷം ഖാലിസ്ഥാൻ പ്രസ്ഥാനത്തെ പരസ്യമായി അനുകൂലിക്കുകയും പ്രത്യേക രാഷ്ട്രം വേണമെന്ന് ആവശ്യപ്പെടുന്നതിൽ തെറ്റില്ല എന്ന് പറയുകയും ചെയ്ത ജനപ്രതിനിധിയാണ്. രാഷ്ട്രീയ അഭയം വേണമെന്ന് കാണിച്ച് പാകിസ്ഥാനിലെ പഞ്ചാബിൽ നിന്നുള്ളവർക്ക് വ്യാജ സർട്ടിഫിക്കറ്റ് നൽകുക മാത്രമല്ല, ഈ വ്യാജ സർട്ടിഫിക്കറ്റ് ഒന്നിന് 50,000 രൂപ വരെ കൈപ്പറ്റിയ ചരിത്രം കൂടി ഈ സിമ്രജിത്ത് സിംഗിനുണ്ട്. അതേസമയം നിലവിൽ അസമിലെ ദിബ്രുഗഡ് ജയിലിൽ കഴിയുന്ന ഖാലിസ്ഥാൻ ഭീകരനായ മാധ്യമങ്ങൾ ഏറെ വാഴ്ത്തിപ്പാടിയ അമൃത്പാൽ സിംഗിന്റെ പേര് കൂടി പഞ്ചാബിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അമൃത്പാൽ സിംഗിന്റെ അടുത്ത സഹായിയായ സന്ദീപ് സിംഗ് മത്സരിക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ വളരെ ശക്തമാണ് പഞ്ചാബിൽ. നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകിയായ ബിയാൻ സിംഗിന്റെ മകനായ 45 വയസ്സുള്ള സർബ്ജിത് സിംഗ് ഖൽസയും ഈ തെരഞ്ഞെടുപ്പ് ഗോതയിലുണ്ട്. 2014 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഫത്തേഗഡ് സാഹിബിൽ നിന്നും ബദിന്ദ എന്നിവിടങ്ങളിൽ നിന്നുമൊക്കെ ഇദ്ദേഹം മത്സരത്തിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ പോലും വിജയിച്ചിരുന്നില്ല. പക്ഷേ ഇത്തവണയും അദ്ദേഹം ഭാഗ്യ പരീക്ഷണത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കളത്തിലുണ്ട്. മുത്തച്ഛൻ സുച്ചാ സിംഗും അമ്മ ബിമൽ കൗറും ഒക്കെ MP-മാരായിരുന്നു എന്നത് മറ്റൊരു ചരിത്രം. പൊതു തെരഞ്ഞെടുപ്പിൽ ഈ ഖാലിസ്ഥാൻ അനുകൂലികളുടെ സാന്നിധ്യം എല്ലാ കാലത്തും പഞ്ചാബിൽ വലിയ ആശങ്കകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. പഞ്ചാബ് വിഭജിക്കുക എന്ന പന്നൂൻ ഉൾപ്പെടെയുള്ള ഖാലിസ്ഥാനി ഭീകരരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മാത്രമേ ഇത്തരത്തിലുള്ള സാന്നിധ്യങ്ങൾ ഉപകാരപ്പെടുകയുള്ളൂ. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയെ അധികാരത്തിലെത്തിച്ച ഖാലിസ്ഥാനികളുടെ രാഷ്ട്രീയവും വരും വർഷങ്ങളിൽ തന്നെ പുറത്തുവരും. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.